ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. സത്യത്തിൽ മട്ടൻ ഇവിടെ ക്ലീൻ ചെയ്തൊന്നും വെച്ചിട്ടില്ല. ഇനി വേണം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് കഴുകിയെടുക്കാൻ. ഇത് മട്ടൻ ഫുള്ളായിട്ട് വാങ്ങിയതല്ല, നമ്മൾ കുറച്ച് മട്ടൻ്റെ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ പീസാണ്. പക്ഷെ എന്നാലും ഒരു കറി വെക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. ഞാനിവിടെ മട്ടൻ നന്നായിട്ട് കഴുകി ഒന്ന് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും ചെയ്യാം. ഒരുപാട് പീസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു 3 വിസിൽ കേട്ടപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരുപാട് കൊഴുപ്പുള്ളതാണ് നമ്മുടെ മട്ടൻ, അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. കുറച്ച് ഓയിലിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം 2-3 സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി നല്ലൊരു ബ്രൗൺ കളറിലേക്ക് മാറ്റിയെടുക്കണം. എനിക്ക് മട്ടൻ നല്ല സോഫ്റ്റ് പത്തിരിയുടെ കൂടെ നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കുന്നതാണ് ഒത്തിരി കൂടെ ഇഷ്ടം. പക്ഷെ ചോറിന്റെ കൂടെ കഴിക്കാനും ചിലർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. മട്ടൻ ചിലരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം അല്ല. അതൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മട്ടന്റെ ഇറച്ചിയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സ്മെല്ല് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ നന്നായിട്ട് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മട്ടൻ കറി അടിപൊളിയാണ്. ഈ മട്ടന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉണ്ട്. അതൊക്കെ അറിയാവുന്നവര് ഇത് നന്നായിട്ട് വെട്ടി വിഴുങ്ങും അല്ലേ. സവോള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അതല്ലെങ്കിൽ പേസ്റ്റോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പം നല്ലൊരു മണമൊക്കെ വരും. പിന്നെ എണ്ണയുടെ ഉപയോഗം നന്നായി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് മട്ടന്റെ നെയ് പീസുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളി ഒക്കെ വഴറ്റുന്ന സമയത്ത് ഒരുപാട് എണ്ണയുടെ ആവശ്യം വരുത്തേയില്ല. ഇനി നമുക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എങ്കിലും ഞാനിവിടെ ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് വേണം നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാൻ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഈ മട്ടൻ കറി വെക്കുന്ന സമയത്ത് കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറോ അതല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയോ ഉപയോഗിക്കുന്നില്ല. പകരം നല്ല എരിവുള്ള പച്ചമുളകാണ് ഇടുന്നത്. പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനിയും അതേ സ്പൂൺ അളവിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ആ മഞ്ഞളും ഉപ്പും ഒക്കെ ഗ്രേവിയിലേക്ക് പിടിക്കും. അതിനുശേഷം ഞാനിവിടെ കുറച്ച് മീറ്റ് മസാലയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ പെരുംജീരകത്തിന്റെ പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മസാല പിടിക്കാനായിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ മല്ലിയില കട്ട് ചെയ്ത് ഇട്ടാലും മതിയാവും. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് കറി ലീവ്സ് കൂടി ഇടാം. നമുക്കേ ഈ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന എന്തിനും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ വീട്ടുമുറ്റത്തുനിന്ന് ഓടിപ്പോയിട്ട് 2 തണ്ട് കറി ലീവ്സ് ഒക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് വന്ന് കറിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും 2 തണ്ട് കറിവേപ്പില നന്നായിട്ട് കഴുകിയതിനു ശേഷം മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത മട്ടന്റെ നെയ് പീസ് ഉരുകി മസാലയിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടന്റെ പീസസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് കഷ്ണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ മസാലയും കറക്റ്റായി വന്നിട്ടുണ്ട്. നന്നായി അടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നാളികേരത്തിന്റെ പകുതി നന്നായിട്ട് തിരുമ്മി അതിന്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലെ 1-ാം പാലാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. ഇനി ഇതും ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു ചെറിയ തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
നമ്മൾ ആദ്യം ചേർത്ത തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് മസാലയൊക്കെ ചേർന്ന് നല്ല തിളച്ചു വരുന്നുണ്ട്. ഒരു ചെറിയ കുറുകിയ പരുവാകുമ്പം 1 നാളികേര പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നല്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ആ തേങ്ങാപ്പാലും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മിക്സ് ആയി വരുമ്പം നല്ലൊരു മണമൊക്കെ വരും. ആ സമയത്ത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. മട്ടൻ കറി വെക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കറി കുറുകിയെടുക്കേണ്ട ആവശ്യമില്ല. കാരണം മട്ടൻ ഇരുന്ന് തണുക്കും തോറും, അതല്ലെങ്കിൽ ഒരുപാട് നെയ്യ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മട്ടൻ നന്നായിട്ട് തണുത്ത് ഉറഞ്ഞു വരുന്ന സമയത്ത് കറി കുറച്ച് കുറുകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ലാസ്റ്റ് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് നൈസ് പത്തിരിയുടെ ഒക്കെ കൂടെ ഇത് അടിപൊളി കോമ്പിനേഷൻ ആണ്. ഒന്നും അല്ലെങ്കിൽ ബ്രെഡിന്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. സോ ഈ റെസിപ്പി എന്തെങ്കിലും നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്റെ ചാനലിൽ ഒരുപാട് റെസിപ്പീസും മറ്റു വിശേഷങ്ങളും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണം. സോ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട് ആൻഡ് ലവ് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.